നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസും ഡാറ്റാ സെൻറ്റർ കൈമാറ്റവും ലാലു യാദവിൻ്റെ ജയിൽ പ്രവേശവും തെലങ്കാന രൂപീകരണവുമാണ് ഈ ആഴ്ച വാർത്താമാധ്യമങ്ങളെ പിടിച്ചുലച്ചത്. ഡാറ്റാ സെൻറ്റർ റിലയൻസിന് കൈമാറിയ കേസിൽ CBI അന്വേഷണം ഉണ്ടാവില്ല എന്ന് അറ്റോർണി ജനറൽ വഹൻവതി സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ച കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പരാമർശിച്ചു. സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ദല്ലാൾ നന്ദകുമാറും ടിയാൻ്റെ ഉറ്റ തോഴൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണെന്ന് PC ജോർജ് ആരോപിച്ചു. തിരുവഞ്ചൂരിനെ ഒതുക്കാൻ ആവുംപാട് ശ്രമിക്കുന്ന ചെന്നിത്തലാദികളായ ഗ്രൂപ്പുകാരും അത് ഏറ്റുപിടിച്ചു. VS അച്യുതാനന്ദനോട് പ്രതികാരം ചെയ്യാൻ മോഹിക്കുന്ന മുസ്ലിം ലീഗുകാരും അതേ നിലപാട് കൈക്കൊണ്ടു. ഡാറ്റാ സെൻറ്റർ കൈമാറ്റം CBI തന്നെ അന്വേഷിക്കണം എന്ന് ശഠിച്ചു. ലീഗ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, CBI തന്നെ അന്വേഷിക്കട്ടെ എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ തെറ്റായ കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്ന ചോദ്യം അപ്പോഴും അവശേഷിച്ചു. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് ഉമ്മൻചി വിശദീകരിച്ചു. അപ്പോഴേക്കും അറ്റോർണി ജനറലിൻ്റെ നിയമോപദേശം വന്നു. കേസ് CBIക്ക് വിടുന്നത് ആശാസ്യമല്ല. ഈ ആവശ്യവുമായി ഇനി സുപ്രീം കോടതിയിൽ ചെന്നാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്കും വക്കീലിൻ്റെ മുഖഛായയ്ക്കും കോട്ടം സംഭവിക്കും. പക്ഷേ സർക്കാർ ആ ഉപദേശം കൈക്കൊണ്ടില്ല. CBI തന്നെ അന്വേഷിക്കണം എന്ന് ആവർത്തിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞു. കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ എന്തുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പണ്ട് മണ്ഡൽ കമ്മീഷൻ കേസിൽ സംഭവിച്ച പോലെ സത്യവാങ്മൂലം ഒപ്പിട്ട ഉദ്യോഗസ്ഥനും സാക്ഷ്യപ്പെടുത്തിയ വക്കീലിനും തട്ട് കിട്ടാതിരുന്നാൽ ദൈവാധീനം. സോളാറും അനുബന്ധ കേസുകളും ഇനിയും കെട്ടടങ്ങിയില്ല. ഗൺമോൻ സലീം രാജ് പ്രതിയായ ഭൂമി തട്ടിപ്പ് കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ് നടത്തിയ പരാമർശങ്ങൾ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വലിയ പ്രാമുഖ്യത്തോടെ ആഘോഷിച്ചു. വെറും ഒരു സിവിൽ പോലീസ് ഓഫീസറെ DGPക്ക് പേടിയാണോ? ഇങ്ങനെ പോയാൽ നിയമവാഴ്ച തകരില്ലേ? ജനാധിപത്യ സംവിധാനം തന്നെ കുട്ടിച്ചോറാവില്ലേ എന്നൊക്കെയാണ് ജഡ്ജിയുടെ സംശയങ്ങൾ. ഗൺമോനും മുഖ്യനും തമ്മിലുള്ള കുടുംബ ബന്ധം പാവം ന്യായാധിപന് അറിയില്ല എന്ന് തോന്നുന്നു. സലീം രാജകുമാറിനെ DGPക്ക് എന്നല്ല ചീഫ് സെക്രട്ടറിക്ക് വരെ ഭയമാണ്. ഗൺമോനെ തൊട്ടാൽ തട്ട് കിട്ടും എന്നറിയാത്തവർ ഭൂമി മലയാളത്തിൽ ആരുമില്ല. ജസ്റ്റിസ് റഷീദിൻ്റെ ജനറൽ നോളജ് വളരെ മോശം എന്നേ വാരാന്ത്യത്തിന് പറയാനുള്ളൂ. ഗൺമോനെക്കുറിച്ചുള്ള പരാമർശം സർക്കാർ അനുകൂല പത്രങ്ങളായ മാതൃഭൂമിയും ദീപികയും വരെ 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു. എന്നാൽ അച്ചായന് അതത്ര വലിയ ആനക്കാര്യമായി തോന്നിയില്ല. 13-ാം പേജിലാണ് മലയാളത്തിൻ്റെ സുപ്രഭാതം ഗൺമോന് ഇടം കണ്ടെത്തിയത്. അല്ലെങ്കിലും നിർഭാഗ്യകരമായ വാർത്തകൾ മനോരമ 13-ാം പേജിലാണ് അച്ചടിക്കാറ്. ഏതായാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. സലീം രാജിനെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. പരാതിക്കാർക്കെതിരെ ലോക്കൽ പോലീസ് വേറൊരു കേസ് രജിസ്റ്റർ ചെയ്തു. പരാതി കൊടുത്തവരെ ഓടിച്ചിട്ട് പിടിക്കാനും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് തുറുങ്കിലടക്കാനുമാണ് ഉമ്മൻചിയുടെ പരിപാടി. ക്ലിഫ് ഹൗസ് വധേരക്കെതിരെ പരാതി കൊടുക്കാൻ ഇനി ഒറ്റ ഒരുത്തിനും ധൈര്യപ്പെടില്ല. സംസ്ഥാനത്ത് പിടികിട്ടാപ്പുള്ളികൾ വിലസി നടക്കുകയാണെന്ന് DGP ജില്ലാ പോലീസ് മേധാവികളെ കത്ത് മുഖേന അറിയിച്ചു. കുറ്റവാളികൾ സർക്കാർ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലും കയറിറങ്ങുന്നതായി ചൂണ്ടിക്കാട്ടി. സർക്കാർ വിരുദ്ധ പത്രങ്ങൾ അത് മത്തങ്ങയാക്കി. മന്ത്രിമാരുടെ ഓഫീസ് ക്രിമിനലുകളുടെ താവളമായി എന്ന മട്ടിൽ വാർത്ത കൊടുത്തു. മാധ്യമങ്ങൾ സംയമനം പാലിക്കണം എന്ന് മുഖ്യനും മറ്റ് മന്ത്രിമാരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് വെറുതെയല്ല. ഉമ്മൻചാണ്ടിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പത്രമാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുമായിരുന്നു. മാധ്യമങ്ങളെക്കുറിച്ച് മന്ത്രിമാർക്ക് മാത്രമല്ല ജഡ്ജിമാർക്കുമുണ്ട് പരാതി. കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ TV ചാനലുകൾ വാർത്ത കൊടുക്കുന്നതിന് വിവരദോഷികളായ രാഷ്ട്രീയക്കാർ ന്യായാധിപന്മാരെ പേരെടുത്ത് വിമർശിക്കുന്നതിനെയും ഹൈക്കോടതി അപലപിച്ചു. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ന്യായാധിപന്മാർ വളരെയധികം സമന്മാരാണ്. അവർക്ക് ആരെയും വിമർശിക്കാം, അവരെ ആരും വിമർശിക്കാൻ പാടില്ല. സോളാറും സ്വർണ്ണക്കടത്തും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കവേ മദാമ ഗാന്ധി തിരുവനന്തപുരം സന്ദർശിച്ചു. ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ശങ്കർ വലിയൊരു പുലിയായിരുന്നു എന്ന് പ്രസംഗിച്ചു. അഹിംസ പാർട്ടിക്കാർ അത് കേട്ട് കൈയടിച്ചു. ഈഴവ സമുദായ ഉടമസ്ഥൻ വീരശ്രീ വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. ക്ഷണമില്ലാത്തതുകൊണ്ട് മുതലാളി പങ്കെടുത്തുമില്ല. നടേശ ഗുരുവിനെ അവഗണിച്ചത് ശരിയായില്ലെന്ന് ചില സമുദായ സ്നേഹികൾ പരാതിപ്പെട്ടു. കേരള കൗമുദി ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കേരള കൗമുദിയുടെ 100-ാം വാർഷിക ചടങ്ങിൽ മുതലാളിയെ സ്റ്റേജിൽ കയറ്റാഞ്ഞ കാര്യം സമുദായ സ്നേഹികൾ മറന്നുപോയി എന്ന് തോന്നുന്നു. കോൺഗ്രസ്സുകാർ പണം പിരിച്ചുണ്ടാക്കിയ പ്രതിമയുടെ അനാച്ഛാദനത്തിന് അവർക്ക് സൗകര്യമുള്ളവരെ വിളിക്കും. ഇത് ഈഴവ ശങ്കരനല്ല, കോൺഗ്രസ് ശങ്കറാണ്. ശങ്കറിൻ്റെ പ്രതിമ ഉണ്ടാക്കിയ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ പനമ്പിള്ളിയുടെ പേരിൽ 1 ലക്ഷം രൂപയുടെ ഒരു അവാർഡും ഏർപ്പെടുത്തി.
അത് യൂസഫ് അലി മുതലാളിക്ക് സമ്മാനിച്ചു. പനമ്പള്ളി പ്രതിഭാ പുരസ്കാരത്തിന് പ്രതിഫലമായി മുതലാളിയിൽ നിന്ന് എത്ര ലക്ഷം അഥവാ എത്ര കോടി കോൺഗ്രസ്സുകാർ വാങ്ങിക്കാണുമെന്ന് മാന്യ പ്രേക്ഷകർ തന്നെ ഊഹിച്ചാൽ മതി. മാർക്സിസ്റ്റുകാർ ഇതേ മാതൃകയിൽ EMS പ്രതിഭാ പുരസ്കാരമുണ്ടാക്കി യൂസഫ് അലി മുതലാളിക്ക് തന്നെ സമ്മാനിക്കാനും സാധ്യത കാണുന്നു. ആരുടെ പേരിൽ അവാർഡ് കൊടുത്താലും മുതലാളി വേണ്ടെന്ന് പറയില്ല. അതാണ് ആകെക്കൂടിയുള്ള സമാധാനം. ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദിക്കാനും മുതലാളിക്ക് അവാർഡ് കൊടുക്കാനും വേണ്ടിയാണ് മദാമ്മ മലയാളക്കരയിൽ വന്നതെങ്കിലും UDF ഘടകകക്ഷി നേതാക്കളെ കാണാനും സങ്കടം കേൾക്കാനും സമയം കണ്ടെത്തി. ലീഗ് മുതൽ CMP വരെയുള്ള പാർട്ടികൾ പരാതി പൊതി അഴിച്ചു വിതറി. 3ാം സീറ്റ് കിട്ടണമെന്ന് മുസ്ലിം ലീഗ്, 3 മാസമെങ്കിൽ 3 മാസം മോനെ കേന്ദ്രമന്ത്രിയാക്കണമെന്ന് KM മാണി, വിഭവ സമാഹരണത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് അനൂപ് ജേക്കബ്, മന്ത്രിസ്ഥാനം തിരിച്ചു തരണമെന്ന് ഗണേഷ് കുമാർ. അങ്ങനെ ആവശ്യങ്ങൾ നീണ്ടുപോയി. പക്ഷേ എല്ലാ പാർട്ടികളും ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്: KPCC പ്രസിഡന്റിനെ മാറ്റണം. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. വകുപ്പ് ഏതായാലും വേണ്ടില്ല, ആരോഗ്യമോ കൃഷിയോ മൃഗപരിപാലനമോ ആയാലും വിരോധമില്ല. രമേശിൻ്റെ കാൽവർക്കത്തുകൊണ്ട് മന്ത്രിസഭയുടെ കഷ്ടകാലം തീരും. ഗൺമോനും ഗോൾഡ് മോനും കൂടി ഉണ്ടാക്കിയ ചീത്ത പേര് നീങ്ങും. പിന്നീട് അങ്ങോട്ട് വച്ചടി കയറ്റമായിരിക്കും. പാർലമെൻറ്റിലേക്ക് 20 സീറ്റും പാട്ടുപാടി ജയിക്കും എന്ന് പറഞ്ഞു പിടിപ്പിച്ചു. മദാമ്മ അത് വിശ്വസിച്ചോ എന്നറിയില്ല. ഏതായാലും ഉമ്മൻജിയെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. സംസ്ഥാനത്ത് ഏറ്റവും അധികം കുസൃതിക്കാരുള്ളത് പെരുമ്പാവൂരാണെന്നും ഇപ്പോഴുള്ള പെരുമ്പാവൂർക്കാരിൽ ഏറ്റവും കേമൻ ഡോക്ടർ ബാബു പോളാണെന്നും ഈ പരിപാടിയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ജാതകവശാൽ ഉമ്മൻചാണ്ടിക്ക് കഷ്ടകാലമാണെന്നും അത് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം ഉമ്മൻ സ്റ്റോറീസ് പ്രകാശിപ്പിച്ച വേദിയിൽ പ്രസംഗിച്ചു. അനിഴം നക്ഷത്രക്കാരനായ ചാണ്ടിക്കുഞ്ഞിൻ്റെ 8-ൽ വ്യാഴവും 12-ൽ ശനിയുമാണ്. സോളാറിൻ്റെയും സരിതയുടെയും ദൃഷ്ടിദോഷമുണ്ട്. ഗൺമോൻ്റെ അപഹാരവുമുണ്ട്. ബാബു പോളിന് പ്രവചനപരം ഉണ്ടെന്ന കാര്യത്തിൽ മലയാള മനോരമയ്ക്ക് തെല്ലുമില്ല സംശയം. അച്ചായൻ അത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു. കുഴപ്പം കുഞ്ഞുഞ്ഞിൻ്റേതല്ല, അനിഴം നക്ഷത്രത്തിൻ്റേതാണ് എന്ന് വ്യക്തം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്ന കാര്യം ഡോക്ടർ ബാബു പോളിന് പോലും ഗണിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. I ഗ്രൂപ്പുകാരും A ഗ്രൂപ്പുകാരും ഗ്രൂപ്പില്ല ഗ്രൂപ്പുകാരും തിരുത്തൽവാദികളും തിരുമ്മൽവാദികളും ഒരുപോലെ അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. NSSും എതിരാണ്. PC ജോർജിൻ്റെ കാര്യം പറയാനുമില്ല. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തിരുവഞ്ചൂരും ആര്യാടനും തമ്മിൽ വാക്ക് തർക്കമുണ്ടായെന്ന് മനോരമ പോലും റിപ്പോർട്ട് ചെയ്തു. കൺസ്യൂമർ ഫെഡിൽ നടന്ന വിജിലൻസ് റെയ്ഡാണ് കുഞ്ഞാക്കയെ കോപാകുലനാക്കിയത്. ആര്യാടൻ ജി രാജ്യഭീഷണി മുഴക്കി എന്നുവരെ വാർത്തയുണ്ട്. ഇത്രയും ശത്രുക്കൾക്കിടയിലും പിടിച്ചു നിൽക്കുന്നത് നക്ഷത്ര ബലം കൊണ്ടല്ലെങ്കിൽ ചാത്തൻ സേവ കൊണ്ടാവാനേ തരമുള്ളൂ. ഏതായാലും വിജിലൻസ് റെയ്ഡ് നടന്നതിന് പിന്നാലെ കൺസ്യൂമർ ഫെഡ് MD റെജി ജി നായർ സ്ഥാനത്യാഗം ചെയ്തു. MD മാറിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വകുപ്പിൻ്റെ അമരത്ത് ബാലേട്ടനായതുകൊണ്ട് കൊയ്ത്തും മെതിയും പൂർവാധികം ഭംഗിയായി നടക്കും. തിരുവഞ്ചൂരല്ല, അതിലും വലിയ ഊരായാലും ഒരു ചുക്കും സംഭവിക്കില്ല. B. വെല്ലിംഗ്ടൺ പ്രതിഭാ പുരസ്കാരം പ്രൊഫസർ KV തോമസിനെ തേടിയെത്തി. സപ്തകക്ഷി മന്ത്രിസഭയുടെ കാലത്ത് വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ട് EMSന് കൂടി ദുഷ്പേരുണ്ടാക്കിയ ആളായിരുന്നു വെല്ലിംഗ്ടൺ. തികച്ചും അർഹനായ വ്യക്തിയെ തന്നെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതി വരികയോ കൊതി തീരുകയോ ഇല്ല. സഖാവ് P. വത്സല മാതാ അമൃതാനന്ദമയ്യെ പ്രകീർത്തിച്ച് മാതൃഭൂമിയിൽ ലേഖനമെഴുതിയത് വിവാദമായി. പുരോഗമന കലാസാഹിത്യ സംഘം പ്രതിഷേധിച്ചു. ടീച്ചറുടെ കഥകൾക്കെഴുതിയ അവതാരിക EP രാജഗോപാലൻ പിൻവലിച്ചു. മാതൃഭൂമി മാത്രമല്ല മറ്റ് പത്രങ്ങളും വാർത്ത ഏറ്റുപിടിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം തനിക്ക് പുല്ലാണെന്ന് വത്സല ടീച്ചർ പ്രഖ്യാപിച്ചു. രാജഗോപാലൻ്റെ അവതാരിക പോയാലും വത്സലയുടെ കഥകൾ നിലനിൽക്കും എന്ന് കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന മുറയ്ക്ക് ജ്ഞാനപീഠം കിട്ടും എന്നാണ് ടീച്ചറുടെ പ്രതീക്ഷ. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന അഭ്യൂഹം ശക്തമായി. എന്നാൽ മോഡിയെ പേടിച്ചോടാൻ ശശി തരൂർ തയ്യാറില്ല. ചുണയുണ്ടെങ്കിൽ തനിക്കെതിരെ മത്സരിക്കാൻ വെല്ലുവിളിച്ചു. ആന കുത്തിയാലും ചാകും, കാള കുത്തിയാലും ചാകും. ആനയുടെ കുത്തേറ്റ് വീരചരമമടയണം എന്നാണ് ഡൽഹി നായരുടെ മോഹം. പട്ടിണിപ്പാവങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയുമായ മാർക്സിസ്റ്റ് പാർട്ടി വർഗരാഷ്ട്രീയം കൈയൊഴിഞ്ഞ് വർഗീയ രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാൻ ഉദ്ദേശിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തെ പച്ചച്ചെങ്കൊടിക്ക് കീഴിൽ അണിനിരത്താനാണ് പരിപാടി. അതിനു മുന്നോടിയായി കണ്ണൂരിൽ നടന്ന വമ്പിച്ച സെമിനാർ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജഡ്ജി നിസാർ അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ രണ്ടത്താണി, TK ഹംസ, PTA റഹീം, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിങ്ങനെയുള്ള മാർക്സിസ്റ്റ് മച്ചമ്പിമാർ പ്രസംഗിച്ചു. എല്ലാവരും മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി. മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ഇനി മാർക്സിസ്റ്റുകാർക്കേ കഴിയൂ എന്ന് കൂട്ടിച്ചേർത്തു.
പിണറായി പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ചളുക്കി. വിവാഹപ്രായം കുറയ്ക്കാനുള്ള കുൽസിത ശ്രമത്തെ നിശിതമായി വിമർശിച്ചു. ഇനി മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും പേടിക്കാനില്ല, ഹിന്ദുക്കളുടെ വോട്ട് വേറെങ്ങും പോകില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കാൻ ഇനി പിണറായി സമ്മതിച്ചാലും ആര്യാടൻ അത് അനുവദിക്കില്ല. വ്യക്തി നിയമ സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന ഹർജിയിൽ കക്ഷി ചേരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആര്യാടൻ്റെ വെല്ലുവിളിയെക്കുറിച്ച് മായിൻ ഹാജി പ്രതികരിച്ചില്ല. എന്നാൽ കോട്ടുമല ബാപ്പു മുസ്ലിയാർ അത് ഏറ്റുപിടിച്ചു. കോടതിയിൽ കാണാം എന്ന് വെല്ലുവിളിച്ചു. മിക്കവാറും അത് വേണ്ടിവരില്ല. മുസ്ലിയാരുടെ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കാതെ തള്ളും. അതുകൊണ്ട് തന്നെ ആര്യാടനെ കക്ഷി ചേരാൻ സാധിക്കില്ല. വിവാഹപ്രായം കുറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ പ്രമുഖ ചിന്തകൻ ഒ അബ്ദുള്ള അതിനിശിതമായി പ്രതികരിച്ചു. സുന്നികൾക്ക് വിടിപണി ചെയ്യുന്ന പുരോഗമന സംഘടനകളെയും വിമർശിച്ചു. പെൺകുട്ടികളെ 18 തികയും മുമ്പ് കെട്ടിച്ചു കൊടുത്തിട്ട് മുസ്ലിം രക്ഷിതാക്കൾ എന്താ യുദ്ധത്തിന് പോകാനാണോ പരിപാടി എന്ന് പരിഹസിച്ചു. ഓതിയ കിതാബിൽ ഓതി ശീലിച്ച ആളാണ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ. മായിൻ ഹാജിക്കാണെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് അബ്ദുള്ള സാഹിബിൻ്റെ ലേഖനം തികച്ചും നിഷ്ഫലമായി പരിണമിച്ചു. സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന പുസ്തകങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് കോഴിക്കോട്ടെ നന്മ ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പുത്തൻപാറക്കൽ അബ്ദുറഹിമാനെ പോലീസ് ഭീകരന്മാർ അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു. പോപ്പുലർ ഫ്രണ്ടും പോഷക സംഘടനകളും അതികഠിനമായി പ്രതിഷേധിച്ചു. തേജസ് പത്രം ഒരു മുഖപ്രസംഗം എഴുതും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതുണ്ടായില്ല എന്ന് കരുതി നിരാശയ്ക്ക് അവകാശമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യ ധ്വംസനത്തിനെതിരെ മാധ്യമം അത്യുജ്വലമായ ഒരു എഡിറ്റോറിയൽ എഴുതി തേജസ്സിനെ നാണിപ്പിച്ചു. സാമുദായിക സ്പർദ്ധയും രാജ്യദ്രോഹവും പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ച് തേജസ് പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ സർക്കാർ നോട്ടീസ് കൊടുത്തു. ദളിത് പിന്നാക്ക ന്യൂനപക്ഷ ഐക്യത്തിനെതിരായ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് പോപ്പുലർ ഫ്രണ്ട് ആരോപിച്ചു. 1867 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമനുസരിച്ചാണ് നോട്ടീസെന്നും ആക്ഷേപമുണ്ട്. ഇന്ത്യൻ പീനൽ കോഡടക്കം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒട്ടുമിക്ക നിയമങ്ങളും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാഗ്രൂപം തന്നെ 1935 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഇതൊക്കെ അറിയാവുന്നവർ പോപ്പുലർ ഫ്രണ്ടിൽ ചേരില്ല എന്നത് വേറെ കാര്യം. ഏതായാലും രാജ്യസ്നേഹം പ്രചരിപ്പിക്കുന്നതിലും സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്നതിലും തേജസ്സിനേക്കാൾ ശ്രദ്ധിക്കുന്ന വേറെ പത്രങ്ങളും ഈ നാട്ടിലുണ്ട്. സർക്കാർ അക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. കോളിളക്കം സൃഷ്ടിച്ച കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിൽ 5 പ്രതികളെ വെറുതെ വിട്ടു. 13 പേർ കുറ്റക്കാരാണെന്ന് എറണാകുളത്തെ NIA കോടതി കണ്ടെത്തി. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യൽ, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തൽ എന്നീ കഠോരങ്ങളായ ആരോപണങ്ങളാണ് തടിയൻ്റെ അവിടെ നസീർ അടക്കമുള്ള ധീര ദേശാഭിമാനികൾ ചെയ്തതെന്ന് ജഡ്ജി വിധിച്ചു കളഞ്ഞു. ഈ കുറ്റങ്ങൾക്ക് ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം, അതേ നിവൃത്തിയുള്ളൂ. ഒരു പ്രതിയെയെങ്കിലും തൂക്കാൻ വിധിക്കണമെന്ന് പ്രോസിക്യൂഷൻ തൊണ്ടകാരി വാദിച്ചെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. സാധുക്കളും ബുദ്ധിഹീനരുമായ പ്രതികൾക്ക് മനപരിവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് നീതിപീഠത്തിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് 3 പേർക്ക് ഇരട്ട ജീവപര്യന്തവും ബാക്കി 10 പേർക്ക് ഓരോ ജീവപര്യന്തവും വിധിച്ച് കൃതാർത്ഥതയടച്ചു. 50,000 രൂപ വീതം പിഴയും വിധിച്ചു. പ്രതികൾക്ക് ജീവപര്യന്തം പോരാ, എല്ലാവരെയും തൂക്കേണ്ടതായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ഫയാസിൻ്റെ ഉമ്മ TV ക്യാമറയെ നോക്കി കരഞ്ഞു പറഞ്ഞു. അതേസമയം NIA കോടതി ദേശസ്നേഹം പഠിപ്പിക്കേണ്ട എന്നാണ് പ്രതികളുടെ നിലപാട്. പറങ്കികൾക്ക് വിടുവേല ചെയ്തവരുടെ പിന്മുറക്കാർ കുഞ്ഞാലിമരക്കാരുടെ പിൻഗാമികളെ ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്നതിലെ വിരോധാഭാസം അവർ ചൂണ്ടിക്കാട്ടി. ഏതായാലും പ്രതികൾക്ക് മനപരിവർത്തനം ഉണ്ടാകും എന്ന കോടതിയുടെ ആശങ്ക തികച്ചും അസ്ഥാനത്താണ്. സഖാവ് അബ്ദുൾ നാസർ മദനിയുടെ ഗുളികച്ചപ്പേന്തിയ ശിഷ്യനാണ് തടിയൻ്റെ അവിടെ നസീർ. മദനി സോക്രട്ടീസ് ആണെങ്കിൽ നസീർ പ്ലേറ്റോയാണ്. മദനി ദ്രോണാചാര്യരാണെങ്കിൽ അർജുനനാണ് നസീർ. മദനി സഖാവ് വിചാരണ തടവുകാരനായി കഴിയുന്ന ബാംഗ്ലൂർ ജയിലിലേക്ക് തന്നെയും അയക്കണം എന്ന് നസീർ സാഹിബ് ആവശ്യപ്പെട്ടത് വെറുതെയല്ല. ജാമ്യം കിട്ടാതെ ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന മദനി സഖാവിനെതിരെ കേരള പോലീസ് പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തത് പുതിയ വിവാദത്തിന് തിരികൊളുത്തി. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ P. പരമേശ്വരനെയും മഞ്ചേരിയിലെ ഫാദർ അലവിയെയും വധിക്കാൻ മദനി ഉത്തരവിട്ടു എന്നാണ് ആരോപണം. മദനിയെ വീണ്ടും കേസിൽ കുടുക്കി ജാമ്യം നിഷേധിക്കാനുള്ള ശ്രമമാണെന്ന് മുസ്ലിം സംഘടനകളും ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങളും ആരോപിക്കുന്നു. അതല്ല, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഹിന്ദുത്വവാദികൾ കുറ്റപ്പെടുത്തും. ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കവേ മദനി സഖാവിൻ്റെ ആൺമക്കൾ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉണ്ണാവ്രതം പ്രഖ്യാപിച്ചു. കേരള സർക്കാർ ഉടനെ ഇടപെടണം എന്നാണ് അവരുടെ ആവശ്യം. ഖുറാനും സുന്നത്തും അനുസരിച്ച് നിരാഹാര സമരം അനുവദനീയമാണോ എന്ന കാര്യം സംശയാസ്പദമാണ്. ഈ വിഷയത്തിൽ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. നിരപരാധികളായ മുസ്ലിം യുവാക്കളെ തീവ്രവാദ കേസിൽ കുടുക്കി ജയിലിൽ അടക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ
സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. അബ്ദുൽ നാസർ മദനി യൗവനവും മധ്യവയസ്സും പിന്നിട്ട് വാർദ്ധക്യത്തിൻ്റെ പടിവാതിലിൽ എത്തിയ ആളായതുകൊണ്ട് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ നിലപാട്. ഷിൻഡെയുടെ കത്ത് വായിച്ച് അഹിംസ പാർട്ടിക്കാർ മാത്രമല്ല മുസ്ലിം ലീഗുകാർക്കും രോമാഞ്ചമുണ്ടായി. കേന്ദ്രത്തിൻ്റെ ഉദാര സമീപനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചന്ദ്രിക ഒന്നാം തരം ഒരു എഡിറ്റോറിയൽ പാസാക്കി. എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കോരിത്തരിപ്പുണ്ടായില്ല. തേജസ് പത്രം ഒട്ടും അഭിനന്ദനപരമല്ലാത്ത മുഖപ്രസംഗമാണ് എഴുതിയത്. ഇതാണ് ലീഗും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ലീഗ് കണ്ടുപിടിക്കും, പോപ്പുലർ ഫ്രണ്ട് കൊണ്ടുപിടിക്കും. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ന്യൂയോർക്കിൽ വച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. തീവ്രവാദം തടയണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. തീവ്രവാദം എന്ന വാക്ക് തന്നെ നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന് ഷെരീഫ് സാഹിബ് അറിയിച്ചു. മൻമോഹൻ സിംഗ് നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളെപ്പോലെ പയ്യാരം പറയുകയാണെന്ന് ഒരു തമാശയും പാസാക്കി. ന്യൂയോർക്കിൽ ചർച്ച പൊടിപാറവെ പാക് സൈന്യം കാശ്മീർ അതിർത്തിയിൽ അത്യുഗ്രമായ കരിമരുന്ന് പ്രയോഗം നടത്തി. ഇന്ത്യയുടെ മഹത്തായ വിദേശ നയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒന്നാം പേജിൽ രവിശങ്കർ എണ്ണപ്പെട്ട ഒരു കാർട്ടൂൺ വരച്ചു. ഇന്ത്യൻ ഇങ്കും ബ്രഷുമാണ് തോക്കിനേക്കാളും ഉണ്ടയേക്കാളും ഫലപ്രദം എന്ന് തെളിയിച്ചു. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന സാധു എം പിമാരെയും പാവം എം എൽ എമാരെയും കരകയറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഓർഡിനൻസ് ശുദ്ധ അസംബന്ധമാണെന്ന് രാഹുൽ രാജകുമാരൻ തുറന്നടിച്ചതും കീറിയെറിയാൻ ആഹ്വാനം ചെയ്തതും കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പരാമർശിച്ചിരുന്നു. കഷ്ടമെന്നേ പറയുള്ളൂ, ദോഷൈക ദൃക്കുകൾ അതിലും കുറ്റം കണ്ടുപിടിച്ചു. രാഹുലിൻ്റെ ധാർമ്മിക രോഷത്തെ പരിഹസിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ മുഖപ്രസംഗം എഴുതി. നരേന്ദ്രമോദിയാണെങ്കിൽ അത്യുഗ്രമായി പ്രതികരിച്ചു. അപക്വമായ പ്രതികരണത്തിലൂടെ രാഹുൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു എന്ന് കുറ്റപ്പെടുത്തി. മകൻ്റെ വികാരപ്രകടനം മദാമ്മ ഗാന്ധിയെപ്പോലും വേദനിപ്പിച്ചു. അഹിംസ പാർട്ടി ഒറ്റക്കെട്ടായി സർദാർജിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കും എന്ന് മദാമ്മ പ്രഖ്യാപിച്ചു. അപമാനിതനായ മൻമോഹൻ രാജിവെച്ചേക്കും എന്ന് ചില ശുദ്ധാത്മാക്കളെങ്കിലും ധരിച്ചു വശായി. പക്ഷേ ഈ സർദാർജിയെക്കുറിച്ച് അവർക്കൊന്നും ഒരു ചുക്കും അറിയില്ല. അപമാനം സഹിച്ചും അധികാരത്തിൽ തുടരും എന്ന് ശഠിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് മൻമോഹന് മാതൃക. രാജിവെക്കുന്ന പ്രശ്നമില്ല, രാഹുലുമായി സംസാരിച്ച് കാര്യങ്ങൾ സബൂറാക്കും എന്ന് സർദാർജി പ്രഖ്യാപിച്ചു. അതിനു പിന്നാലെ ക്യാബിനറ്റ് യോഗം ചേർന്നു. ഓർഡിനൻസ് പിൻവലിക്കാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചു. കൂട്ടത്തിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ല് കൂടി പിൻവലിക്കാൻ തീരുമാനിച്ചു. അഴിമതിക്കാരോടും ക്രിമിനലുകളോടും വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചു. പത്രങ്ങളായ പത്രങ്ങളൊക്കെ ആ വിജയം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. കോട്ടയം പത്രങ്ങൾക്കായിരുന്നു ഏറ്റവും ആവേശം. മലയാള മനോരമയും മംഗളവും ദീപികയും ഏറെക്കുറെ ഏകസ്വരത്തിൽ എഡിറ്റോറിയൽ പാസാക്കി. രാഹുൽജിയുടെ അവദാനങ്ങൾ വാഴ്ത്തി. എന്നാൽ രാഹുലിന് ഓശാന പാടാൻ കേരള കൗമുദി കൂട്ടാക്കിയില്ല. പയ്യൻസിനെ പരിഹസിച്ച് തൊലി പൊളിച്ചുകൊണ്ട് ഒന്നാം പേജിൽ സുജിത്തിൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. മേക്കിംഗ് ഓഫ് ദി മഹാത്മ. കേരള കൗമുദി എത്ര പരിഹസിച്ചാലും രാഹുൽ ഗാന്ധിക്ക് നാണമുണ്ടാവില്ല. അയാളുടെ ആസനം താങ്ങുന്ന കോട്ടയം പത്രങ്ങൾക്കും നാണമുണ്ടാവില്ല. ഓർഡിനൻസ് പിൻവലിച്ചതിൻ്റെ ഗുണം അഹിംസ പാർട്ടി തൽക്ഷണം അനുഭവിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് റഷീദ് മസൂദ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യസഭയിൽ നിന്ന് ത്രോൺ ഔട്ടായി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുൻ കേന്ദ്രമന്ത്രിയുമാണ് മസൂദ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ആളുമാണ്. കയ്യിലിരിപ്പിൻ്റെ കാഠിന്യം വെച്ച് നോക്കുമ്പോൾ ടിയാനെ രാഷ്ട്രപതി സ്ഥാനത്തേക്കായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ കുറ്റക്കാരനാണെന്ന് റാഞ്ചിയിലെ വിചാരണ കോടതി കണ്ടെത്തി. മുൻ മുഖ്യനും മുതിർന്ന അഹിംസ പാർട്ടി നേതാവുമായ ജഗന്നാഥ് മിശ്രയും ഐക്യ ജനതാദൾ നേതാവും ലോക്സഭാംഗവുമായ ജഗദീഷ് ശർമ്മയും കൂടെയുണ്ട്. ലാലുവിനെ കോടതി 5 കൊല്ലം തടവും 25 ലക്ഷം രൂപ പിഴയും വിധിച്ചു. അതോടെ അദ്ദേഹവും പാർലമെൻറ്റിൽ നിന്ന് പുറത്തായി. ശിക്ഷാ കാലാവധി തീർന്ന് പിന്നെയും 6 കൊല്ലം കഴിയാതെ മത്സരിക്കാൻ പോലും സാധ്യമല്ല. ലാലുവിൻ്റെ ശിക്ഷ അഴിമതി രാഷ്ട്രീയത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്നാട്ടിലെ സവർണ ഫാസിസ്റ്റ് പത്രങ്ങൾ ഏകസ്വരത്തിൽ എഡിറ്റോറിയൽ എഴുതി. ബോക്സ് ഓഫീസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് ഈ യാദവൻ്റെ പരാജയ കാരണമെന്ന് നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടുകാർ കരുതുന്നു. പിന്നാക്ക സമുദായ രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ലാലുവിന് ലഭിച്ച ശിക്ഷയെന്ന് തേജസ് എഡിറ്റോറിയൽ എഴുതി. നിസ്തുല നിന്നെ നീയായിട്ടു കാണുവാൻ അത്രയ്ക്കുയർന്നിട്ടില്ലന്യരാരും. കായിക ലോകത്തെ ലാലു പ്രസാദ് യാദവാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉടമസ്ഥൻ എൻ ശ്രീനിവാസൻ. അദ്ദേഹത്തെ BCCI ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുത്തു. എതിർത്ത് നോമിനേഷൻ കൊടുക്കാൻ പോലും ഒറ്റ ഒരുത്തിന് ധൈര്യപ്പെട്ടില്ല. എതിരില്ലാതെ ജയിച്ചെങ്കിലും ശ്രീനിവാസന് സ്ഥാനമേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി വിലക്ക് കൽപ്പിച്ചതാണ് കാരണം.
ദ്രാവിഡ പ്രസ്ഥാനക്കാരനായ ഏതെങ്കിലും ജഡ്ജിയുടെ മുമ്പിൽ കേസ് വരും വരെ കാത്തിരിക്കാനാണ് പെരിയവരുടെ തീരുമാനം. കടവുളെ കാപ്പാത്തുങ്കോ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC മാത്യുവിനെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവരായും തിരഞ്ഞെടുത്തു. ശ്രീനിവാസൻ്റെ ഒരു തൊടുപുഴ എഡീഷനാണ് അച്ചായൻ. മാത്യുവിനെ ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വിളിച്ച് അഭിനന്ദിച്ചതായി വാർത്തയുണ്ട്. മാത്യുവിനെ അഭിനന്ദിക്കാൻ ഉമ്മനോളം അർഹത ഭൂമി മലയാളത്തിൽ മറ്റാർക്കുമില്ല. തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ തന്നെ കേന്ദ്രം തീരുമാനിച്ചു. ചണ്ഡീഗഡ് മാതൃകയിൽ ഹൈദരാബാദിനെ പൊതു തലസ്ഥാനമായി 10 കൊല്ലത്തേക്ക് നിലനിർത്തും. തെലങ്കാന രൂപീകരണത്തെ തുടർന്ന് സീമാന്ധ്രയിൽ പ്രക്ഷോഭം രൂക്ഷമായി. മരണം വരെ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുമെന്നാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭീഷണി. സിനിമാ നടൻ ചിരഞ്ജീവി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ആലോചിക്കുന്നു. വെറുതെ ഇരുന്ന ആസനം ചുണ്ണാമ്പിട്ട് പൊള്ളിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള വൈഭവം അന്യാദൃശ്യം എന്നേ പറയാം. ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറം എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നവംബർ 11 മുതൽ ഡിസംബർ 4 വരെ വിവിധ ദിവസങ്ങളിൽ വോട്ടെടുപ്പ്. ഡിസംബർ 8 വോട്ടെണ്ണൽ. മിസോറം ഒഴികെ 4ഇടത്തും കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്നോ സെമി ഫൈനൽ എന്നോ വിശേഷിപ്പിക്കാം. 4ഇടത്തും BJP കനത്ത വിജയം നേടുന്ന പക്ഷം നരേന്ദ്രമോദിയെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ എങ്ങും തൊടാതെ നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ NDA കൂടാരത്തിലേക്ക് ഓടിക്കയറും. ചെങ്കോട്ടയിൽ കാവിക്കൂടി പറ. പാകിസ്ഥാനിലെ കാര്യങ്ങൾ പതിവ് പോലെ നടക്കും. ചക്കക്കുരു പൊട്ടും പോലെയാണ് പെഷവറിലും മറ്റും ബോംബ് പൊട്ടുന്നത്. പാകിസ്ഥാനിലെ ക്രൈസ്തവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി BJPയുടെ ന്യൂനപക്ഷ മോർച്ച കൊച്ചിയിൽ ഒപ്പ് ശേഖരണം ആരംഭിച്ചതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ തമാശ. മ്യാൻമറിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്ന ലീഗുകാർ വരെ BJPക്കാരുടെ ഒപ്പ് ശേഖരണം കണ്ട് നാണിച്ച് തലതാഴ്ത്തി. എന്തൊക്കെ തമാശകൾ കണ്ടാലും കേട്ടാലുമാണ് മനുഷ്യൻ്റെ ആയുസ് ഒടുങ്ങിക്കിട്ടുക. ജർമ്മനിയിൽ ഒരു MM ഹസൻ. സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി നേതാവ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമർ കോപ്പിയടി കേസിൽ കുടുങ്ങി. ടിയാൻ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ സമർപ്പിച്ച പ്രബന്ധം മുക്കാലയും മുണ്ടാണിയും ഇസ്കിയതാണെന്ന് കുബുദ്ധികൾ കണ്ടുപിടിച്ചു. ദീപികയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് മനോരമ അടക്കമുള്ള പത്രങ്ങൾ അത് സ്ഥിരീകരിച്ചു. വിയറ്റ്നാമിൻ്റെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ജനറൽ വോ ഗ്യാൻ ഗിയാപ്പ് അന്തരിച്ചു. സഖാവിന് 102 വയസ്സായിരുന്നു. 1954 ഫ്രഞ്ചുകാരെ മുട്ടുകുത്തിച്ച 60കളിലും 70കളിലും അമേരിക്കൻ പട്ടാളത്തെ നട്ടം തിരിച്ച സൈന്യാധിപനാണ് ഗിയാപ്പ്. അദ്ദേഹത്തിൻ്റെ ചരമവാർത്ത ബൂർഷോ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. മലയാള മനോരമ പോലും ആ വാർത്ത തമസ്കരിച്ചില്ല. നേരത്തെ അറിയിക്കുന്ന ദേശാഭിമാനി ജനറൽ ഗിയാപ്പിനെ ചരമ പേജിലാണ് അടക്കിയത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ജനയുഗം ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടില്ല. ഈ വാരാന്ത്യം കണ്ടിട്ടെങ്കിലും സഖാവ് ബിനോയ് വിശ്വം വിവരം അറിയും. വരും ദിവസങ്ങളിലെങ്കിലും വാർത്ത പ്രസിദ്ധീകരിക്കും എന്നാണ് പ്രതീക്ഷ. ജനറൽ ഗിയാപ്പിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.